അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കേസുകൾ അട്ടിമറിക്കുവാൻ, കേസിൻ്റെ ഫയലുകൾ അവിടെ നിന്ന് മോഷ്ടിക്കാൻ, പുതിയ കേസ് അന്വേഷകരെ സ്ഥാപിക്കുവാൻ, അതെ എന്തൊക്കെയോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നവാസിൻ്റെ കേസിൽ നിന്ന്. എന്നാൽ ഇതിൻ്റെ പിന്നിലൊക്കെ ആര്? നല്ല ക്യാഷ് പൊടി പൊടിക്കാതെ കാര്യങ്ങളൊന്നും ചേഞ്ചാക്കാൻ പറ്റില്ല. നജീബ് സാറിനെ അതാ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയത്, പുതിയ സാറിനെ കയറ്റിയത്, ഫയലുകൾ മോഷ്ടിച്ചതും അട്ടിമറിച്ചതും, ജാമ്യത്തിൻ്റെ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു വലിച്ച് ജീപ്പിലേക്കിട്ട് നവാസിനെ കൊണ്ടുപോയത്, ഇതെല്ലാം സത്യത്തിൽ ആരുടെ കളികളാണ്? ഒരിക്കൽ പോലും നവാസ് പുറം ലോകം കാണരുത്, അവൻ ജയിലിൽ കിടന്ന് നരകിക്കണം എന്നുള്ള ചിന്തയുള്ള പലരുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാഷ് എറിഞ്ഞു കഴിഞ്ഞാൽ അതെ ഏത് വമ്പന്മാരും നമ്മുടെ ഭാഗത്തേക്ക് നിൽക്കും. മെയിൻ ക്യാഷാണ്, ക്യാഷ് മാത്രം. ക്യാഷിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്ത പല ടീമുകളും ഉണ്ട്. എന്നാൽ പൈസക്ക് വേണ്ടി അവരെന്തും ചെയ്യും, എന്ത് തെറ്റുകളും ചെയ്യും എന്നത് ഉറപ്പാണ്. ജയിലിലെ സാധാരണക്കാരെ പോലെയല്ല കുഞ്ഞിക്കതിയ. അവിടെയും വളരെയധികം ഉഷാറും ഉന്മേഷവും കാണിച്ചു. പല ആളുകളെയും നേരിൽ പോയി കണ്ടു. അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങൾ, പല രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ, കാര്യങ്ങൾ. ഇനിയിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായാൽ തന്നെ എന്താ, അവർക്ക് എന്തെങ്കിലും മണി കൊടുത്താൽ അതങ്ങ് അവർ കിട്ടിയ സന്തോഷത്തിൽ അവരെല്ലാം അത് മൂടി വെക്കും. പല രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെയുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും എന്ന് പറയുന്നില്ല, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പണത്തിന് വേണ്ടിയല്ലേ എന്തൊക്കെ തന്നെയാലും കഷ്ടപ്പെടുന്നത്. പക്ഷെ അവരുടെ അത് ഡ്യൂട്ടിയാണ് എന്ന രീതിയിൽ നിൽക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും പണമാണ് വിഷയം, പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല്, അതിനനുസരിച്ച് തന്നെയാണ് പലരുടെയും നീക്കങ്ങൾ. എല്ലാവരും പണത്തിന് വേണ്ടിയാണ്. അതെ, കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ പണിയെടുത്ത് ക്യാഷ് ഒരുപാട് കിട്ടണം എന്നുള്ള ചിന്ത തന്നെയാണ് എല്ലാവർക്കും. അങ്ങനെയാണ് ജയിലിലും ആ കളി നടക്കുന്നത്. സത്യത്തിൽ കുഞ്ഞിക്കതിയാക്ക് ഇതിനൊക്കെയുള്ള പണം എവിടുന്ന്? ഒരിക്കൽ പോലും നവാസിൻ്റെ ഫോണ് ഇപ്പോൾ അവരുടെ കയ്യിലല്ല, അത് ഹസീനയുടെ കയ്യിലാണ്. ഷോപ്പിൽ നിന്ന് വരുന്ന ദിർഹംസുകളെല്ലാം അത് ഇന്ത്യൻ മണിയായി വരുന്നത് ഹസീനയുടെ കയ്യിലിരിക്കുന്ന ആ ഫോണിലേക്കാണ്. അതിപ്പോഴും റദ്ദാക്കിയിട്ടില്ല. പക്ഷേ കുഞ്ഞിക്കതിയക്ക് ഇപ്പോഴുമുണ്ട് ഒരുപാട് പണം. അതെങ്ങനെ വരുന്നു? അത് എവിടെ നിന്ന് വരുന്നു? ശരിക്കും എല്ലാവർക്കും അതാണ് അത്ഭുതപ്പെട്ടത്. നവാസിൻ്റെ കേസ് ഇങ്ങനെ അട്ടിമറിക്കാൻ കാരണം എന്താണ്? അതിനുള്ള ഒരു പ്രചോദനം നൽകിയത് ആരാണ്, എന്താണ് എന്നുള്ള രീതിയിൽ നജീബ് സാർ വരെ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. തന്നെ ഈ അന്വേഷണ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ, ഇതിനൊക്കെ നല്ലൊരു കൈക്കൂലി കൊടുക്കാതെ സംഭവം ഒന്നും ഇത്ര പെട്ടെന്ന് ഇതാവില്ല. പെട്ടെന്നാണ് എനിക്ക് വന്നത്, അതെ ഈ ഒരു കേസ് അന്വേഷണത്തിൽ നിന്ന് നിന്നെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താലേ, ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതെല്ലാം. എന്നാൽ ഈ സമയം അതാ റിസ്വാൻ വക്കീൽ, സഫീർ, അതുപോലെ കുറച്ച് കേരള പോലീസ്, അതുപോലെ കർണാടക പോലീസ്, അവരെല്ലാവരും ബാറിനകത്താണ്. അതെ, സൗദയുടെ അനിയത്തി അഴിഞ്ഞാടുന്ന ആ ബാറിനകത്ത് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മാനേജറെ പിടിച്ച് ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചു. പറയടാ, എന്താ പറ, ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എന്താണ്? ശരിക്കും ഇതിൻ്റെ പിന്നിൽ എവിടേക്കാണ് ഇതിൻ്റെ സ്ഥാപനങ്ങളുള്ളത്? പറയണം. ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാര്? ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാര്? പറയണം. ഇതിൻ്റെ ഉൽപാദന കേന്ദ്രം എവിടെ? പല രീതിയിലും മാനേജറെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പലരും അതാ ഒളിവിലായി. ആ സമയത്ത് പല കോടീശ്വരന്മാരും അതിലുണ്ടായിരുന്നു. അതെ, മയക്കുമരുന്ന് വിറ്റ് കോടീശ്വരന്മാർ ആയവൾ. എന്നാൽ പലരും ഡാൻസ് കളിച്ച്, അതെ ശരീരം പുറത്ത് കാണിച്ച് കോടീശ്വരന്മാരെ മയക്കുവാനായി ഹസീനയെ പോലുള്ള കുറച്ച് ടീമുകളും. സത്യത്തിൽ അവിടെ നടക്കുന്ന ആ ഒരു കാഴ്ചകൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരുപാട് വിലപിടിപ്പുള്ള ആ ഹോട്ടലിലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നാൽ അതിൻ്റെ മറവിലായിട്ടാണ് പല രീതിയിലുള്ള മയക്കുമരുന്ന് ബിസിനസ്സും നടത്തുന്നത്. മിഠായി രൂപത്തിൽ അത് കുട്ടികളുടെ അരികിലേക്ക് എത്തിക്കുന്നു. എന്നാൽ പിന്നീട് ആ കുട്ടിക്ക് ആ മിഠായി പിറ്റേ ദിവസം കിട്ടാഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനായി.
പൈസ മോഷ്ടിച്ചു കൊണ്ടുപോയി കുട്ടി അത് വാങ്ങുന്നു. എന്നാൽ പിന്നെയും കുട്ടിക്കത് കിട്ടാതാവുമ്പോൾ കുട്ടിയുടെ മനസ്സാകെ ഒരു ടെൻഷന്, എന്തൊക്കെയൊരു ബുദ്ധിമോശം, എന്തൊക്കെയൊരു ബുദ്ധിമുട്ട്. എന്നാൽ പിന്നീട് ഈ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സിൻ്റെ ആളുകൾ അത് മനസ്സിലാക്കുന്നു. അവനക്ക് തലയിൽ കയറിയിട്ടുണ്ട്. പറ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് നിങ്ങൾ തന്ന മിഠായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മിഠായി കുറച്ചുകൂടി നീ നിൻ്റെ ഫ്രണ്ട്സുകൾക്ക് കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ ഒരു ഇടനിലക്കാരനായി ആ കുട്ടി പ്രവർത്തിക്കുന്നു. പിന്നീട് ആ കുട്ടിക്ക് അതൊരു ലഹരിയായി മാറി. അങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ എത്രയോ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു. അതിനൊക്കെ കാരണം ഇവരെ പോലുള്ള ഈ ക്രിമിനൽസാണ്. ശരിക്കും റിസ്വാന വക്കീൽ അത് പറഞ്ഞു. ഇല്ല, ഒരു കുട്ടിക്കും അത് എത്താൻ പാടില്ല. അതിൻ്റെയൊക്കെ ഉറവിടം തന്നെ തേടി പിടിക്കണം. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എന്തിനേറെ ഇപ്പോഴത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ അത് ചെയ്യുന്നവരായിട്ട് ന്യൂസ് പേപ്പറിൽ കാണുന്നു. അയ്യേ, ശരിക്കും മോശമായി. ഇത് കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചേഴ്സ് വരെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കുട്ടികളുടെ സ്ഥിതി? പഠിച്ചോനെ, ഈ ഒരു ദുനിയാവ് ഇത് ദുഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. സഫീറിനോട് നമ്മുടെ റിസ്വാന വക്കീൽ അത് പറയുന്നു. അതെ, എല്ലാം ഇല്ലാതാക്കണം, എല്ലാം കണ്ടുപിടിക്കണം. അങ്ങനെ ഒരൊറ്റൊന്നിനെ വെറുതെ വിടാൻ പാടില്ല. റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ വന്നു. മാനേജറെ വീണ്ടും വിളിപ്പിച്ചു. അതെ, പറയൂ, എവിടെ നിന്നാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് എങ്ങോട്ടൊക്കെ എത്തിക്കുന്നുണ്ട്? മെയിനായിട്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ കോടതിയിൽ ഹാജരാക്കിയത് മുഴുവനായിട്ട് ഞങ്ങൾ പറയിപ്പിക്കും. എന്താ, പറ്റില്ലേ? അത് മാഡം, ഞാൻ മാത്രമൊന്നല്ല, ഞാൻ ഇവിടെ മാനേജറായിട്ട് നിൽക്കണത്. ഇതിൻ്റെ മുതലാളിമാരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതിനെ വലിയ 2 മുതലാളിമാരുടെ മൂപ്പര് മുങ്ങിക്കണ്. മുങ്ങിയവരൊക്കെ പിടിക്കാം, എന്നാൽ ഉള്ളവരെ വെച്ച്. എന്നാൽ ഹസീന എല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് അനീഷുമുണ്ട്. അനീഷിനെ വേണ്ട രീതിയിൽ അവൾ നോക്കുന്നുണ്ട്. നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ റിസ്വാന വക്കീൽ അത് ശ്രദ്ധിച്ചു. അനീഷ്, നീ ഭയപ്പെടേണ്ട. ഇവിടെ ഈ കണ്ട ആളുകളൊക്കെ ഉണ്ടാകും, അവളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൾ ഫുൾ ക്രിമിനലാണ്, ക്രിമിനൽ. അത് മറ്റുള്ളവരുടേത് കൊണ്ട് ജീവിച്ച് മറ്റുള്ളവരുടേത് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ക്രിമിനലാണ് അവൾ. എന്നിട്ടും എന്തൊക്കെ ബിസിനസ്സാണ് അവൾ നടത്തുന്നത്. എനിക്ക് നാണം തോന്നുന്നു. ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ പ്രായം പെൺകുട്ടികൾ. ശരിക്കും റിസ്വാന അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ദേഷ്യം നിറഞ്ഞ ആ മുഖം, റിസ്വാൻ വക്കീലിനെ കിട്ടിയാൽ കൊല്ലണം എന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ ഈ സമയം കേന്ദ്ര സെൻട്രൽ ജയിലിൻ്റെ 10ാം നമ്പർ VIP സെല്ലിൽ എയർ കണ്ടീഷണറിൻ്റെ കുളിർമയിൽ ഇരിക്കുകയായിരുന്നു കുഞ്ഞിക്കതിയ. പുറത്ത് നാട്ടുകാരും മാധ്യമങ്ങളും ഒരേപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒന്നായിരുന്നു. അതെ, ആ കുഞ്ഞിക്കതിയക്ക് ജയിലിനുള്ളിലും ഇത്ര രാജകീയ സുഖവാസമോ? സാധാരണ തടവുകാർ കഠിന തടവും ക്രൂരമായ പീഡനങ്ങളും അനുഭവിക്കുമ്പോൾ കുഞ്ഞിക്കതിയക്ക് സെല്ലിലേക്ക് പ്രത്യേക ഭക്ഷണവും ആഡംബര സൗകര്യവുമാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നവാസിനെ കുറിച്ചുള്ള ആ ഒരു കേസ്, അത് അട്ടിമറിച്ചു അവർ അതിനിടയിൽ. ഇതൊക്കെ എങ്ങനെ? ദിവസങ്ങൾക്കുള്ളിൽ സാക്ഷികൾ ഓരോരുത്തരെയായി മൊഴി മാറ്റി. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച സത്യസന്ധനായ നജീബ് സാറിനെ പെട്ടെന്ന് മറ്റൊരു ഗ്രാമപ്രദേശത്തേക്ക് മാറ്റി. കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. ജയിലിൻ്റെ കട്ടിളപ്പടികൾക്ക് പുറത്തുനിന്ന് വിധി എഴുതേണ്ടവർ പോലും അവരുടെ പണത്തിന് മുന്നിൽ മുട്ടുകുത്തി. പക്ഷേ ഈ കോടികൾ അവൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജയിലിനുള്ളിൽ കഴിയുന്ന ഒരാൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക സ്രോതസ് എങ്ങനെ സാധ്യമാകുന്നു? എല്ലാവരും കരുതിയത് കുഞ്ഞിക്കതിയുടെ പുറത്തുള്ള പഴയ ബിസിനസ്സുകളിൽ നിന്നാണ് പണം വരുന്നതെന്നാണ്. എന്നാൽ സത്യം അതായിരുന്നില്ല. ജയിലിൽ ആരും കാണാത്ത കോണിൽ അതിലും വലിയൊരു മാഫിയ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് ലോബി. ജയിലിൻ്റെ ഉള്ളിലേക്ക് കഞ്ചാവും MDMAയും കടത്തി നൽകുന്ന വൻ ശൃംഖലയുടെ സൂത്രധാരൻ കുഞ്ഞിക്കതിയുമായിട്ടായിരുന്നു ടച്ച് ഉണ്ടായിരുന്നത്. ജയിലിലെ ഭൂരിഭാഗം തടവുകാരെയും ലഹരിക്ക് അടിമകളാക്കി മാറ്റാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ആവശ്യക്കാർക്ക് ലഹരി എത്തിക്കുക, അതിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുക. സുഖസുന്ദരമായാണ് കുഞ്ഞിക്കതി അവിടെ കഴിയുന്നത്. ജയിലിലായാലെന്താ, ഇവിടെ ഇഷ്ടം പോലെയല്ലേ. എന്നാൽ എങ്ങനെയായിരിക്കും അതും അത്രക്കും സൂക്ഷ്മമായി പരിശോധിക്കുന്ന അല്ലെങ്കിൽ അത്രക്കും ഉദ്യോഗസ്ഥരുള്ള ആ ഒരു ജയിലിലേക്ക് എങ്ങനെ ഇത് കടത്തിക്കൊണ്ടുപോകുന്നു? ദിവസവും ജയിലിലേക്ക് പച്ചക്കറികളും മറ്റു സാധനങ്ങളും എത്തിക്കുന്ന വണ്ടികളുടെ രഹസ്യ അറകളിലായിരുന്നു ലഹരി കടത്തിയിരുന്നത്. എന്നാൽ അതിൽ ഡോക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പങ്കുണ്ടായിരുന്നോ എന്നും സംശയമാണ്. ജയിൽ ആശുപത്രിയിലെ ജീവനക്കാരും അഴിമതിക്കാരായ ഏതാനും വാർഡന്മാരും ഇതിന് കൂട്ടുനിന്നു.
മരുന്നുകളുടെ കവറുകളിൽ വരെ ലഹരി വസ്തുക്കൾ മാറ്റിവെച്ചു. വിലപിടിപ്പുള്ള ബിസിനസ്. ജയിലിനുള്ളിലേക്ക് ലഹരി പുറത്തേക്കാൾ ഇരട്ടി വിലയിലായിരുന്നു അവിടുത്തെ തടവുകാരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നവർ അതാ കുഞ്ഞിക്കതിയുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ജയിലെ അവൾക്ക് തടവറയായിരുന്നില്ല, മറിച്ച് അവളുടെ സുരക്ഷിതമായ ഒരു പുതിയ ബിസിനസ് ആസ്ഥാനമായിരുന്നു. എന്നാൽ റിസ്വാന വക്കീൽ വീണ്ടും അതാ ചോദ്യം ചെയ്യുന്നു. ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പോൾ ജയിലിലേക്കൊക്കെ എത്തിക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ അത്രക്കും നല്ല സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവില്ലേ? അഡ്വക്കറ്റ് റിസ്വാനയുടെ അതാ ചോദ്യത്തിന് മുമ്പിൽ അയാൾ പറഞ്ഞു, അതൊക്കെ ഒരുപാട് കഥയുണ്ട്. അല്ല മാനേജർ, എന്താണ് ശരിക്കും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെ, ഈ പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ, മറ്റു സാധനങ്ങൾ ഇത്രയും അളവിൽ ദിവസം ജയിലിലേക്ക് പോകുന്നുണ്ട്, അവർക്ക് ഭക്ഷണത്തിനുള്ളത് എല്ലാം. അപ്പോൾ ഒരു സാധാരണ ജയിലിൽ ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുണ്ടോ? അതെ. മാനേജർ ഒന്ന് ചുറ്റും നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അല്ല വക്കീൽ സാറേ, അതായത് മാഡം, ഞാൻ പറഞ്ഞില്ല മാഡത്തോട്, സോറി. സാറിനോട് പറഞ്ഞതുപോലെ ഇത് ജയിലിലേക്ക് മാത്രമായി പോകുന്ന ഒന്നല്ല, കുറച്ചധികം ആളുകളല്ല, ഒരുപാട് ആളുകൾ ചേർന്ന് പുറത്ത് നിന്ന് അകത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ഭാഗമാണിത്. ജയിലിനുള്ളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? റിസ്വാന വക്കീൽ ഒരു നിമിഷം മാനേജറെ സൂക്ഷിച്ചു നോക്കി. സത്യത്തിൽ ഇവിടെയുള്ള പല സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ വലിപ്പം അറിയില്ല സാറേ. പക്ഷേ അറിയാവുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ തന്നെയാണ് ഇതിന് മുഴുവൻ കൂട്ടു നിൽക്കുന്നത്. സാറിന് അറിയാലോ, പണത്തിന് മേലെ പരുന്തും പറക്കില്ലെന്നാണല്ലോ പ്രമാണം. പണം കൺമുമ്പിൽ നിൽക്കുമ്പോൾ ഏതൊരു വലിയ ഉദ്യോഗസ്ഥനും ഇല്ലാത്ത കണ്ണുകൾ അടച്ചു പിടിക്കും. പണത്തിന് വേണ്ടി ഇവർ എന്തും ചെയ്യും. ശരിക്കും റിസ്വാൻ വക്കീൽ, പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരല്ലേ? അവിടെ കിടക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരുടെ കാര്യമോ? മാനേജറുടെ മുഖത്ത് വലിയൊരു വിഷാദം നിഴലിച്ചു. അയാൾ ജയിലിൻ്റെ ഉള്ളിലെ യഥാർത്ഥ ചിത്രം വിവരിക്കാൻ തുടങ്ങി. അവിടെയാണ് സാറേ വലിയൊരു നീതികേട് നടക്കുന്നത്. ആ ജയിലിൻ്റെ ഉള്ളിൽ രണ്ട് കൂട്ടർ ജീവിക്കുന്നുണ്ട്. ഒന്ന് പാവപ്പെട്ട ചില മനുഷ്യർ, ചെയ്യാത്ത കുറ്റത്തിന് പെട്ടുപോയവരും വക്കീലിനെ വെക്കാൻ പണമില്ലാതെ അനുഭവിക്കുന്ന നിരപരാധികളായ ഒരുപാട് ആളുകൾ. അവർ ഒന്നും ജയിലിൽ വിശപ്പും വിഷമങ്ങളും സഹിച്ച് ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു. ഒരു നേരം സമാധാനമായി ഉറങ്ങാൻ പോലും അവർക്ക് കഴിയില്ല. അവരാണ് യഥാർത്ഥ ജയിലിൽ വസിക്കുന്നവർ. കാരണം അവർ നിരപരാധികളായിരിക്കും, ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും. പക്ഷേ മറുവശത്ത് കുറച്ച് ആളുകളുണ്ട് സാറേ. അതെ, അവിടെ സുഖസുന്ദരമായി ജീവിക്കുന്ന ചില ആളുകൾ. അവർക്ക് ജയിലെന്നോ പുറം ലോകമെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഫോണും നല്ല ഭക്ഷണവും VIP സൗകര്യങ്ങളും പോരാത്തതിന് പുറത്തേക്കാൾ വലിയ ലഹരി ബിസിനസ് ജയിലിൻ്റെ ഉള്ളിൽ നടത്തുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല സാറേ, അതൊന്നും. മാനേജറുടെ വാക്കുകൾ കേട്ട് റിസ്വാൻ വക്കീലിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ജയിൽ എന്നത് കുറ്റവാളികളെ തിരുത്തുന്ന സ്ഥലമാകേണ്ടതിന് പകരം പണമുള്ളവർക്ക് സാമ്രാജ്യം പണിയാനുള്ള ഇടമായി മാറിയിരിക്കുന്നു. അഡ്വക്കറ്റ് റിസ്വാന, ഇത്രയും നാൾ നവാസിൻ്റെ കേസിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമായി. പണം കൊടുത്ത് തെളിവുകൾ ഇല്ലാതാക്കാൻ കുഞ്ഞിക്കതിയൊക്കെ ജയിലിനുള്ളിലെ ഈ കറുത്ത ബിസിനസ് കൊണ്ടാണ്. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. മാഡം, നിങ്ങൾ സൂക്ഷിക്കണം. ഇതൊരു വലിയ മാഫിയയാണ്. ഇതിൽ പ്രമുഖരായ പല രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉണ്ട്. അഡ്വക്കറ്റ് ഫാത്തിമ റിസ്വാന പറയുന്നു. പണത്തിൻ്റെ കൊഴുപ്പിൽ ആടി ഉലയുന്ന ആ ജയിൽ സാമ്രാജ്യത്തിൻ്റെ അഴികൾ ഓരോന്നായി ഞാൻ എണ്ണിക്കും. നിരപരാധികളായ പാവങ്ങൾക്ക് നീതി കിട്ടണം. റിസ്വാന തൻ്റെ പുതിയ ഹർജിയുമായി കോടതിയെ സമീപിക്കുവാൻ തീരുമാനിക്കുന്നു. ജയിലിൻ്റെ ഉള്ളിലെ അനധികൃത പണമിടപാടുകളും ലഹരി കടത്തും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ അവൾ ആ രഹസ്യ നീക്കം ആരംഭിക്കുന്നു. പണത്തിൻ്റെ കൊഴുപ്പിൽ ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞിക്കതിയുടെ സാമ്രാജ്യത്തിലേക്ക് നിയമത്തിൻ്റെ മൂർച്ചയേറിയ വാൾ വീശാൻ പോവുകയായിരുന്നു റിസ്വാന വക്കീൽ. ബാംഗ്ലൂർ നഗരത്തിലെ ആ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അഡ്വക്കറ്റ് ഫാത്തിമ റിസ്വാന. പുറത്തെ തണുത്ത കാറ്റിലും അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഹസീന നൽകിയ വെളിപ്പെടുത്തലുകൾ അവളുടെ മനസ്സിനെ ഒന്നാകെ ഉലച്ചു കളഞ്ഞിരുന്നു. എന്നാലും ഹസീന അപ്പോൾ പറഞ്ഞില്ലെങ്കിലും അവൾ തെറ്റായ വെളിപ്പെടുത്തലുകൾ പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞതാണ് ശരി. ശരിക്കും മാനേജറുടെ വാക്കുകൾ കേട്ട അവൾ ഞെട്ടിപ്പോവുകയായിരുന്നു. പഠിച്ചോനെ, ഇത്രമാത്രം ഞാൻ ലൈഫിൽ വിചാരിച്ചിരുന്നില്ല. എന്തൊക്കെ തെളിവുകളാണ് ഓരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നത്. ഏതായാലും ആ കേസിൻ്റെ പിന്നാലെ ബാംഗ്ലൂരിലേക്ക് വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിവേര് ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു.
നവാസിൻ്റെ കേസിലെ പ്രധാന കണ്ണിയും കുഞ്ഞിക്കതിയുടെ പുറത്തുള്ള ഹവാല ലഹരി ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്ന വിശ്വസ്തയുമായ ഹസീന, അതെ അവരുടെ മകളാണത്രേ. ബാംഗ്ലൂരിൽ വെച്ച് റിസ്വാൻ വക്കീലും സംഘവും പിടികൂടിയതോടെയാണ് കഥ തിരിഞ്ഞു മറിഞ്ഞത്. റിസ്വാൻ വക്കീൽ അവളുടെ ആ ഡയറി തുറന്നു ഓരോ കാര്യങ്ങൾ കുറിക്കാൻ തുടങ്ങി. ഹസീനയിൽ നിന്ന് കണ്ടെടുത്ത ഡാറ്റയും അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുമ്പോഴാണ് മുൻപ് നടന്ന സംഭവങ്ങളുടെ ചിത്രം അവൾക്ക് വ്യക്തമായത്. അല്ലെങ്കിലും പെട്ടെന്ന് കേസിൽ നിന്ന് സത്യസന്ധനായ നജീബ് സാറിനെ മാറ്റിയപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നിയിരുന്നു. നജീബ് സാറിനെ മാറ്റി സ്വന്തം ആളുകളായ മറ്റു ചില ഉദ്യോഗസ്ഥരെ കേസിന് വേണ്ടി നിയമിച്ചപ്പോഴേ എന്തോ നാടകം ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ പണം എറിഞ്ഞതാണ്. പണത്തിൻ്റെ കൊഴുപ്പിൽ തന്നെയാണ് അവർ ആ കേസ് അട്ടിമറിച്ചത്. അത് 100% ഉറപ്പാണ്. കുഞ്ഞിക്കതിയുടെ കോടിക്കണക്കിന് രൂപയാണ് ഈ കേസ് ഒത്തുതീർക്കാൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും ചില ഭരണകർത്താക്കളുടെയും അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. പിന്നെ എങ്ങനെ പെട്ടെന്നാണല്ലോ കേസെല്ലാം അട്ടിമറിഞ്ഞത്. എന്നാൽ ഹസീനയുടെ കയ്യിൽ നിന്ന് മറ്റൊരു ഫോണും കണ്ടെത്തിയിരുന്നു. ആ ഒരു ഫോണിൽ അതാ ഒരുപാട് ഡീറ്റെയിൽസ്, കുഞ്ഞിക്കതിയുടെ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ കണക്കുകളുണ്ടായിരുന്നു. ജയിലിനുള്ളിലെ ബിസിനസ്, പുറത്തുനിന്നുള്ള ഫണ്ടിങ്, ഉദ്യോഗസ്ഥർക്ക് നൽകിയ കൈക്കൂലിയുടെ റെക്കോർഡുകൾ എല്ലാം വ്യക്തം. പക്ഷേ ഈ വിവരങ്ങളുടെ വലിപ്പം റിസ്വാന വക്കീലിനെ അല്പം ഭയപ്പെടുത്തി. എന്നാൽ സഫീർ പറഞ്ഞു, ഋഷു, ഇതിപ്പോൾ ഒരു സാധാരണ കേസല്ല, സാധാരണ ഗുണ്ടാ കേസല്ലത്. ഇതിൽ വമ്പൻ സ്രാവുകളാണ് കുടുങ്ങാൻ പോകുന്നത്. അല്ല, നീ ഇപ്പോൾ ഇതിനിടയിൽപ്പെട്ട് എന്തായി തീരും? നിന്റെ ജീവൻ അപകടത്തിലാണ്. പക്ഷേ നവാസിന് നീതി ലഭിക്കുകയും വേണം. ഏയ് പേടിക്കേണ്ട, അതായത് ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചെടുക്കുവാനുണ്ട്. എൻ്റെ ഡ്യൂട്ടി ഇതാണ്, ഇതെനിക്ക് പൂർത്തീകരിക്കണം. എൻ്റെ സഫീർ. ആയിക്കോട്ടെ, ഞാൻ കൂടെയുണ്ട്. എങ്കിലും ഒരു കരുതൽ വേണം പെണ്ണെ. ഇൻഷാ അല്ലാ, തീർച്ചയായും പടച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെ. പക്ഷേ ഇക്ക, എനിക്ക് ആ നവാസിന് നീതി കിട്ടണം. പിന്നെ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് ഇപ്പോഴും പാവങ്ങളെ വഞ്ചിക്കുന്ന ആ കുഞ്ഞിക്കതിയുടെ മുഖംമൂടി എനിക്ക് വലിച്ചു കീറണം. ബാംഗ്ലൂരിൽ വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ റിസ്വാൻ വക്കീൽ തയ്യാറായിരുന്നില്ല. ഈ തെളിവുകൾ വെറുതെ പോലീസിന് കൈമാറിയാൽ വീണ്ടും അട്ടിമറിക്കപ്പെടും. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സന്നാഹത്തോടു കൂടി ഉള്ള ആ ചെറിയ മുറിയിൽ റിസ്വാന തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ നിന്ന് പ്രകാശം അവളുടെ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു. ഹസീനയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ആ ഒരു രേഖകൾ, അത് അവളുടെ ഫോണിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് അവൾ ഓരോന്നായി ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ തെളിവുകൾ എൻ്റെ കയ്യിലോ ഫോണിലോ മാത്രം ഉണ്ടായാൽ പോരാ. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. അവർ അത് നശിപ്പിക്കുവാനോ എന്നെ തന്നെ ഇല്ലാതാക്കുവാനോ പണം കൊണ്ട് സർക്കാരിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നവർക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യിക്കാൻ വലിയ പാടൊന്നുമില്ല. അവൾ ഒട്ടും സമയം കളയാതെ കാര്യങ്ങളിലേക്ക് നടന്നു. എൻക്രിപ്ഷൻ, ഹസീന നൽകിയ ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ജയിലിലെ മയക്കുമരുന്ന് ഇടപാടുകളുടെ ബാങ്ക് റേറ്റ്മെൻറ്റുകൾ, കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരുടെ ഡയറി, താളുകളുടെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന സെക്യൂരിറ്റി പാസ്വേഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. ആരും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത വിദേശത്തുള്ള ഒരു പ്രൈവറ്റ് ക്ലൗഡ് സെർവറിലേക്ക് ഈ ഡിജിറ്റൽ ഫയലുകൾ പൂർണ്ണമായും അപ്ലോഡ് ചെയ്തു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ താനൊരു നിശ്ചിത സമയത്തിനുള്ളിൽ പാസ്വേഡ് നൽകിയില്ലെങ്കിൽ ഈ തെളിവുകൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മാധ്യമങ്ങൾക്കും സ്വയം മെയിലായി പോകുന്ന രീതിയിൽ ഒരു സെക്യൂരിറ്റി ടൈമർ ക്രമീകരിച്ചു. ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ അപ്ലോഡ് കംപ്ലീറ്റ് എന്ന സന്ദേശം തെളിഞ്ഞപ്പോൾ മാത്രമാണ് റിസ്വാനയ്ക്ക് ശ്വാസം നേരെ വീണത്. അഡ്വക്കറ്റ് റിസ്വാന അതാ പറയുന്നു, ഇനി നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ശരി കുഞ്ഞിക്കതിയ. അതെ, എനിക്കെൻ്റെ ജീവൻ്റെ കാര്യത്തിൽ പേടിയില്ല. ഞാൻ മരിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് കള്ളത്തരങ്ങൾ പിടിക്കണം, നിരപരാധിയായ ആളുകൾ രക്ഷപ്പെടണം. അതുമാത്രമാണ് എൻ്റെ ചിന്ത. അത് റിസ്വാൻ വക്കീലിന് വരെ ഉറപ്പില്ലായിരുന്നു തൻ്റെ ജീവൻ്റെ കാര്യത്തിൽ. തന്നെ കൊല്ലാക്കൊല ചെയ്യാൻ ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവൻ എനിക്ക് സംരക്ഷിക്കേണ്ട ആവശ്യം, എൻ്റെ പടച്ച റബ്ബ് എന്നെ സംരക്ഷിക്കും എനിക്കറിയാം. എങ്കിലും മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷേ ജീവിക്കുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം, അത് എനിക്ക് ആഗ്രഹമുള്ളൂ. തൻ്റെ ജീവന് നേരെ ഉയരാൻ പോകുന്ന ഭീഷണിയെ നേരിടാൻ റിസ്വാൻ വക്കീൽ പൂർണ്ണ സജ്ജയായി കഴിഞ്ഞിരുന്നു. റിസ്വാൻ വക്കീലിൻ്റെ വർക്ക് പാതിരിയായിട്ടും തീർന്നിട്ടില്ല. ശരിക്കും അതാ സഫീർ അവളെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ട്.
സമയം അർദ്ധരാത്രി 2 മണി. വിറക്കുന്ന ശബ്ദത്തോടെയാണ് സഫീർ അവളോട് പറഞ്ഞത്, ഋഷു, ഇനി നമുക്ക് നിർത്തിയാലോ? എല്ലാവരെയും കണ്ടുപിടിച്ചില്ലേ? ഷെഫിക്ക, എന്താ? ഇവിടെ ഇപ്പോൾ ഹസീനയും ഇവരൊക്കെ കസ്റ്റഡിയിലാണല്ലോ, പിന്നെ ഇപ്പം എന്താ പേടിക്കുന്നത്? അതല്ല, തെളിവുകളൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമാണിക്ക. നമ്മൾ ജയിക്കും സെഫിക്ക, സത്യം ജയിക്കും, നോക്കിക്കോളി. പക്ഷേ റിസ്വാൻ വക്കീലിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും സഫീറിൻ്റെ മനസ്സിലെ തീ അണഞ്ഞില്ല. അവൻ്റെ നെഞ്ചിൽ നിന്നും വലിയൊരു നെടുവീർപ്പ് ഉയർന്നു വന്നു. സഫീറിൻ്റെ ശബ്ദം ഇടറി തുടങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. പെണ്ണെ, എനിക്ക് ഭയം തോന്നുന്നു. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. ഇത്രയും വലിയ കേസ് ഏറ്റെടുത്ത സ്ഥിതി എന്തായിരിക്കും? ആ വമ്പൻ സ്രാവുകളെ മുഴുവൻ നീ തെളിവ് സഹിതം പൂട്ടിയ സ്ഥിതിക്കും എനിക്ക് വല്ലാത്തൊരു വിഷമവും പേടിയും തോന്നുന്നടി. എന്ത് ഷെഫിക്ക നിങ്ങൾ ഇത്രയും പേടിക്കുന്നത്? ഞാൻ നിയമത്തിൻ്റെ വഴിയല്ലേ നടക്കുന്നത്? എന്നാൽ അല്പം ശബ്ദത്തിൽ അതാ സങ്കടത്തോടെ സഫീർ, നീ ഏതറ്റത്തോട്ടാണ് കയറി ചെല്ലുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ഋഷു? അവർക്ക് വലിയ വലിയ മാഫിയകളാണ്. ഇത്രയും വലിയ വമ്പൻ സ്രാവുകളെ നീ കെണിയിൽ പെടുത്തിയെന്ന് അവരറിയുമ്പോൾ, ഈ കേസിന് പിന്നിൽ റിസ്വാൻ വക്കീലാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒന്നിനും മടിക്കാതെ അവർ മൃഗങ്ങളായി മാറും. അവർ നിന്നെ നോട്ടമിടുമോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്ക് പേടിയാകുന്നടി. അവൻ അല്പസമയം വാക്കുകൾ കിട്ടാതെ തടസ്സം നിന്നു. എൻ്റെ പെണ്ണെ, നീ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദുനിയാവ് പിന്നെ എന്തിനാ എനിക്ക് ആരാടി ഉള്ളത്? പറയാ. ആവില്ലടി, ഒരിക്കലും. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാവുന്നു. മതി, എല്ലാം ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോയാലോ? സഫീറിൻ്റെ പ്രണയവും ഭയവും കലർന്ന വാക്കുകൾ കേട്ട് റിസ്വാൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. കേസിൻ്റെ ഗൗരവത്തിൽ തൻ്റെ പങ്കാളിയുടെ മനസ്സ് അത്രത്തോളം തകർന്നു പോയി എന്നവൾക്ക് മനസ്സിലായി. സഫീർ, തീർച്ചയായും നമുക്കിനി കേസ് അവസാനിപ്പിച്ച് തിരിച്ചു പോകാം. ഋഷു, അതായിരിക്കും നല്ലത്. എന്തായാലും തെളിവൊക്കെ കിട്ടിയല്ലോ. ഇനി ഇവിടെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ചുറ്റുഭാഗത്തുമായിട്ട് എത്രയോ ആളുകളുണ്ടാവും. പോലീസ് റെയ്ഡ് ഇപ്പോൾ ഇവിടെ മാത്രമാണ് നടന്നത്. ആ തെളിവുകളൊക്കെ ഇനി മറ്റേതെങ്കിലും കോടതിയിലേക്കോ അന്വേഷണ ഏജൻസിക്കോ കൈമാറിയിട്ട് നമുക്ക് പോകാം. എല്ലാ ഫയലുകളും കാര്യങ്ങളും കൊടുത്തിട്ട് നീ എൻ്റെ അടുത്തേക്ക് തിരികെ വാ മോളെ. നമുക്ക് ഒരുമിച്ച് പോകാം. കേസുകൾ ജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഭീഷണിയായ വക്കീലന്മാരെ ഇല്ലാതാക്കുന്ന എത്രയോ ക്രൂരമായ കഥകൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ശത്രുക്കൾ ഇപ്പോൾ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണെന്ന് സഫീറിന് ഉറപ്പായിരുന്നു. പഠിച്ചോനെ, അല്ല നീ കാക്കണേ എൻ്റെ പെണ്ണിനെ, ഒന്നും സംഭവിക്കരുതേ അല്ല. ഭർത്താവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ റിസ്വാൻ വക്കീൽ അല്പം പതറിയെങ്കിലും തൻ്റെ ഉള്ളിലെ സത്യസന്ധമായ അഭിഭാഷക ഉയർന്നു. എൻ്റെ ഇക്ക, നിങ്ങളുടെ ഭയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ ജയിലിൻ്റെ ഉള്ളിൽ നിരപരാധികളായി കിടന്ന് നീതിക്ക് വേണ്ടി കരയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. നവാസ്കയുടെ ആ അവസ്ഥയൊക്കെ ഒന്ന് നോക്കിക്കേ. ഞാൻ ഇവിടെ നിന്ന് പിന്മാറിയാൽ ഈ അനീതിക്ക് ഞാൻ കൂടി കൂട്ടു നിൽക്കുന്നത് പോലെയാകും. സഫീർ പറഞ്ഞു. പക്ഷേ ഋഷു, നീ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം. എൻ്റെ ഇക്ക, എൻ്റെ ജീവനും ആയുസ്സും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഞാൻ തെളിവുകളെല്ലാം ഡിജിറ്റലാക്കി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ മാഫിയ തകരും. പക്ഷേ നിന്റെ പ്രാർത്ഥന ഒന്ന് മാത്രം മതി എനിക്ക് തിരികെ വരാൻ. സഫീറിൻ്റെ നെഞ്ചിലെ ഭയത്തിൻ്റെ തീ അണഞ്ഞെങ്കിലും ഭാര്യയുടെ ധീരതയ്ക്ക് മുന്നിൽ അവർ കണ്ണീരോടെ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ചുറ്റും ശത്രുക്കൾ വല നെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന റിസ്വാൻ വക്കീൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച ആ അവസാന പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. ബാംഗ്ലൂരിലെ തണുത്ത കാറ്റ് ജനൽ ചില്ലുകളിൽ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പിലെ പ്രോഗ്രസ് ബാർ 100% എത്തി നിൽക്കുന്നു. ഫയൽസ് എൻക്രിപ്റ്റഡ്, അപ്ലോഡഡ് സക്സസ്ഫുള്ളി ടു സെക്യൂർ സെർവർ. റിസ്വാൻ വക്കീൽ കസേരയിലേക്ക് അല്പം ചാഞ്ഞിരുന്നത് ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. ഇനി എനിക്ക് ഭയമില്ല. കുഞ്ഞിക്കതിയുടെ ലഹരി ബിസിനസ്സിൻ്റെ കണക്കുകളും കേസുകളും അട്ടിമറിക്കാൻ വാങ്ങിയ കോടികളുടെ അക്കൗണ്ട് വിവരങ്ങൾ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖകൾ എല്ലാം സുരക്ഷിതമാണ്. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം ഇത് എത്രയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. സത്യം ഇനി മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. തൻ്റെ ജീവന് നേരെ എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ പോലും ഈ തെളിവുകൾ സ്വയം കോടതിയിലേക്കും മാധ്യമങ്ങളിലേക്കും എത്തുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ടൈമറും അവൾ ക്രമീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അതാ സഫീറിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ആകപ്പാടൊരു ടെൻഷനാണ്.
തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. കണ്ണീരോടെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പഠിച്ചോനെ, എൻ്റെ ഋഷുവിന് ഒന്നും വരുത്തല്ലേ അല്ലാ. ഒന്നിനും മടിക്കാത്ത മൃഗങ്ങളാണ് ആ എതിർഭാഗത്തുള്ളത്. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും കളിക്കുന്നവർ. അവരുടെ വഴിയിൽ എൻ്റെ പെണ്ണ് തനിച്ചാണ്. അവർ വീണ്ടും സംസാരിക്കുന്നു. ഋഷു, തെളിവുകളൊക്കെ മാറ്റിവെച്ചെന്ന് കരുതിയിട്ട് എനിക്ക് ഭയമില്ലാതാവുമോ? അവർക്ക് കാര്യം മനസ്സിലായി പിന്നെ തെളിവുകൾ തേടിയല്ല വരുന്നത്, നിന്റെ ജീവന് നേരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് ഋഷു. സാക്ഷികളെയും ഉദ്യോഗസ്ഥരെയും പണം കൊടുത്ത് മാറ്റിയവർക്ക് നിന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം പോരെ? ഷെഫിക്ക, പേടിക്കരുത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞു. ഇനി പഠിച്ചോൻ കാത്തോളൂ. എനിക്ക് പേടിയാകാതിരിക്കാൻ പറ്റുന്നില്ലടേ. കേസുകൾ ജയിച്ചു കഴിയുമ്പോൾ വക്കീലന്മാരെ പോലും അപകടപ്പെടുത്തുന്ന കാലമാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? പഠിച്ചവനെ ഓർത്ത് തെളിവുകൾ ഏതെങ്കിലും എമർജൻസിക്ക് കൈമാറി ഈ കേസിൽ നിന്ന് പതുക്കെ ഒന്ന് ഒഴിയാം. എനിക്ക് ഭയം തോന്നുന്നു എൻ്റെ കാര്യത്തിൽ. എന്തേക്ക ഇങ്ങനെ ഭയപ്പെട്ടാലോ? അല്ലടി, നീ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഇക്ക ഭയക്കണ്ട. നിങ്ങൾ പറഞ്ഞ സത്യമാണ്. അവരെന്നെ നിരീക്ഷിക്കും, ഉറപ്പാണ്. കുഞ്ഞിക്കതിയുടെ ആടുകൾ ഞാൻ കോടതിയിലേക്ക് എത്താതിരിക്കാൻ അത് ഏതറ്റം വരെ പോകും. എന്നാൽ റിസ്വാൻ വക്കീൽ പരിഭ്രാന്തരായില്ല. അവൾ ഫോണെടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർക്കും തൻ്റെ വിശ്വസ്തനായ അഭിഭാഷക സുഹൃത്തിനും ലൊക്കേഷൻ ഷെയർ ചെയ്തു. നാളെയാണ് എല്ലാവരും കേരളത്തിലേക്ക് പുറപ്പെടുന്നത്. പ്രതിയായ ഹസീനെ അടക്കം. അത് നഷ്ടപ്പെട്ട നവാസിൻ്റെ ഫോണ്, അതെല്ലാം നല്ല രീതിയിൽ സേഫ് ആൻഡ് സെക്യൂറായിട്ട് കൊണ്ടുപോവുകയാണ്. കൂടാതെ ഹനീഷും നാളെ ആദ്യം കോടതിയിൽ, ആദ്യം പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം. അതായത് സ്റ്റേഷനിലേക്ക് ആ അനീഷിൻ്റെ അമ്മയെയും അച്ഛനോടും വരാനൊന്ന് പറയണം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോടതിയിലേക്ക് പോയിട്ട് തെളിവുകളും കാര്യങ്ങളുമെല്ലാം ഹാജരാക്കൽ. അതെല്ലാം കഴിഞ്ഞിട്ട് വിചാരണ കാര്യങ്ങൾ. ഒരുപക്ഷെ സൗദിയെയും ഉമ്മയെയും ഒക്കെ കൊണ്ടുപോകേണ്ടി വരും മിക്കവാറും, കാരണം തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും നാളെ കോടതിയിൽ റിസ്വാൻ വക്കീൽ കേസ് വാദിക്കുമ്പോഴുള്ള അവസ്ഥ? നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി, ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.